ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഒന്നാം ഘട്ടം ഇതാണല്ലോ, മക്കളെ റെഡിയാക്കി സ്കൂളിൽ വിടിയിൽ. രണ്ടാം ഘട്ടത്തിലാണല്ലോ നമ്മുടെ ഭക്ഷണം കഴിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടമാണല്ലോ ക്ലീനിങ്. അപ്പോൾ അങ്ങനെ ഒന്നാം ഘട്ട പണികളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിങ്ങനെ പിന്നെ മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയത്ത് മമ്മീനെ വിളിക്കുകയാണല്ലോ. മടുത്തു ഇരിക്കുക എന്നൊക്കെ പറയും. മമ്മി എന്നോട് പറയുന്നൊരു കാര്യമുണ്ടേ, എൻ്റെ മോളെ, ജീവിതത്തിൽ നമ്മുടെ സ്കൂൾ ജീവിതത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയം ഇതാ. രാവിലെ മക്കളെ ഒരുക്കി സ്കൂളിൽ വിടുക, അവർ വൈകുന്നേരം വരുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക, സ്കൂളിലെ വിശേഷങ്ങൾ കേൾക്കുക, മക്കളെ പഠിപ്പിക്കുക. ഇതൊരു ഭയങ്കര രസമുള്ള സമയമാണ്. ഇതോടെ കഴിഞ്ഞാൽ പിന്നെ രാവിലെയും രാത്രി എല്ലാം ഒരുപോലെ ആയിട്ട് തോന്നും. ഇപ്പം മമ്മി ഏകദേശം ആ ഒരു സിറ്റുവേഷനിലാണ്ടേ മമ്മി പറയും രാവിലെ ആയാലും രാത്രി ആയാലും എല്ലാം ഒരേപോലെ അങ്ങനെയാണ് തോന്നുക എന്നൊക്കെ പറയേ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ശരിയായിരിക്കും. കാരണം നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളോടിങ്ങനെ ഓരോരുത്തർ കാരണവന്മാരോ അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ആൾക്കാരൊക്കെ പറയില്ലായിരുന്നോ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയം ഇതാ കേട്ടോ, ഇത്രയും ഒരു സന്തോഷമുള്ള കാലം ഇനി വരാനില്ല കേട്ടോ എന്നൊക്കെ നമ്മളോട് പറയുമ്പോഴേ സത്യം പറയട്ടെ, അവർ പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കവി എന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന്. കാരണം 14 കിലോമീറ്റർ കല്ലും മണ്ണും ചെളിയും കുന്നും മലയും നടന്ന് ഈ ഒരു 8-10 കിലോയുള്ള ബാഗും തൂക്കി വരുന്ന നമ്മുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ടേ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായതെന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരം ഉണ്ടല്ലോ. പിന്നെ മൂത്തവരല്ലേ എന്നൊക്കെ വിചാരിച്ച് തിരിച്ചൊന്നും പറഞ്ഞില്ലെന്ന് മാത്രം. പക്ഷേ നമ്മൾ കുറേ ഇങ്ങോട്ട് വന്ന് വലുതായി കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പം കുടുംബം, ജീവിതം, പ്രാരാബ്ദങ്ങൾ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, മനപ്രയാസങ്ങൾ, ഇങ്ങനെ ഓരോന്നൊക്കെ ജീവിതത്തിൽ വന്നപ്പം നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, രാവിലെ എണീക്കുക, ഒരുങ്ങുക, സ്കൂളിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക. എന്ത് രസമായിരുന്നല്ലേ ആ കാലഘട്ടം എന്നേ എന്ന് പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുക ഈ ഒരു കാലഘട്ടം പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഓർക്കുമ്പോൾ എന്ത് രസമായിരുന്നല്ലേ ആ കാലം എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണല്ലോ മമ്മിയൊക്കെ ഇപ്പം അങ്ങനെ നമ്മളോടൊക്കെ പറഞ്ഞു തരുന്നത്. എന്തായാലും ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആസ്വദിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, 2 ദിവസം പഠിത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പിള്ളേർ അപ്പോഴത്തേനും പണിയൊന്നും ഒരു ഓർഡറല്ല, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജോലിയും തീരത്തില്ല, ബ്രേക്ക്ഫാസ്റ്റും ആവത്തില്ല, ഉച്ചക്കത്തെ കറി ആവത്തില്ല. ഇതെന്ന് പറയുമ്പോൾ ഒരു മക്കൾക്ക് ഒരു ടൈം ടേബിൾ ഉള്ളപ്പോൾ നമ്മളും ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ഒരു ലൈഫാണല്ലോ. അങ്ങനെ മക്കളുടെ ഭക്ഷണം എല്ലാം പാക്ക് ചെയ്തു കുഞ്ഞുവാവേനെ ഒരുക്കുവാണ്. കുഞ്ഞിന് ഇന്ന് സ്കൂളിൽ പോകാൻ നല്ല മടിയാട്ടോ. എന്താ പിന്നെ നല്ല ഹാപ്പിയായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയതായിരുന്നേ. ചോദിക്കുമ്പോഴത്തേന് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങി. അന്നേരം തന്നെ പനി പിടിച്ചു. ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് പനിയും കഫക്കെട്ടൊക്കെയാണല്ലോ. ആ പനി പിടിച്ചു. ഒരാഴ്ച സ്കൂളിലും വിട്ടില്ല, പിന്നെ ഒരാഴ്ച മറ്റേ മഴയായിരുന്നുകൊണ്ടും വിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക്കും എല്ലാം കൂടെ കൊടുത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കാനും മടിയായി. ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. രാവിലെ എണീറ്റിട്ട് എനിക്ക് സ്കൂളില്ല, ഇന്ന് സൺഡേ ആണെന്ന് പറയുന്നത്, എന്നും സൺഡേ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ്. ഞാൻ ഒരു വിധത്തിലാണ് കേട്ടോ അവനെ പിന്നെ എണീപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുമ്പം അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയും, വേറെ കാര്യം പറയും. അപ്പോൾ കൊച്ചതിൻ്റെ ബാക്കി പറയുമ്പോൾ അവൻ്റെ ആ ഒരു ഇതങ്ങ് പോകുമല്ലോ. അവനാണെങ്കിൽ എക്സാമൊക്കെ നടക്കുകയാണ്. എക്സാമിനായിട്ടൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അയ്യോ, ഇപ്പോഴേതായാലും അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ആളിത്തിരി നേരത്തെ ഉറങ്ങിയും പോയിട്ടോ. അങ്ങനെ രാവിലെ മക്കളെയൊക്കെ ഒരുക്കി ഇപ്പം അന്ന് പനി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അന്ന് തൊട്ട് കുഞ്ഞിന് ഭയങ്കര നിർബന്ധം, ഞാൻ തന്നെ കൊണ്ടുപോയി വിടണം, ചേട്ടായുടെ കൂടെ ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത്തിരി മടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വാശി പിടിക്കുന്നത്. എന്തിനാ വാശി പിടിക്കുന്നത് നോക്കിയിട്ടാണ് കുഞ്ഞാവ് നടക്കുന്നത്. അങ്ങനെ കുഞ്ഞതിനെയും വലിയതിനെയും എല്ലാം ഒരുക്കി. വലിയതിനെ പിന്നെ ഇപ്പോൾ ഒരുക്കണ്ട കേട്ടോ, തന്നെ ഒരുങ്ങി റെഡിയായി മിടുക്കക്കുട്ടനായിട്ട് വന്നോളും. അവൻ എക്സാം നടക്കുകയാണ്, അതുകൊണ്ട് അവനൊരു ടെൻഷനിലൊക്കെയാണ്. ഇന്ന് മലയാളമാണ് എങ്കിലും ഒരു വിഷമവും പേടിയൊക്കെ ഉണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ടീച്ചർ മാർക്ക് കുറയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവനെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രശ്നം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ മക്കളെ എല്ലാം റെഡിയാക്കിയിട്ട് ഇന്ന് മക്കളെയും കൊണ്ട് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. പ്രാർത്ഥനയൊക്കെ എപ്പോഴും കുഞ്ഞുവിൻ്റെ നേതൃത്വത്തിലാണ്. അവനാണ് പ്രാർത്ഥന ചൊല്ലിത്തരുന്നത്, ഞങ്ങളെ ഏറ്റി ചെല്ലുവാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ.